നെല്ലിക്ക മേടിച്ചിട്ടുണ്ട് ഞാന്. ഉപ്പു നെല്ലിക്ക ഇടാം. അന്നേരം എങ്ങനെ ഇടുന്നെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും എന്റെ രീതിയില് നെല്ലിക്ക അടുപ്പത്ത് വെച്ച് ഉപ്പിട്ടു. ഇവിടെ കുറെ പച്ചമുളക് മേടിച്ചപ്പം ഈ പഴുത്തമുളക് ആവശ്യമില്ലാതെ ഇവിടെ ഇരുന്നതാ. അത് ഞാൻ രണ്ടായിട്ട് ഇതുണ്ടോ കീറി ഇത് പൊളന്നിടുന്നുണ്ടേ. എന്നുവെച്ചാൽ ഇത് വെന്ത് കിടക്കുവാണെങ്കിൽ ഈ എരിവ് നെല്ലിക്കായയിലേക്ക് പിടിച്ചോളൂല്ലോ. അതും കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വിനാഗിരി ഒഴിക്കും. വിനാഗിരി ഒഴിച്ച് ആറിച്ച് നമുക്ക് ഭരണിക്കകത്ത് സൂക്ഷിക്കാം. ഉപ്പ് നെല്ലിക്ക ഇടുന്നേ. കുറച്ച് മുളകൊക്കെ ഇവിടെ പഴുത്തത് വെറുതെ ഇരുന്നു. എന്തായാലും പണിയൊക്കെ വേണ്ടേ. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് വിനാഗിരി 1 സ്പൂൺ മതിയേ. ഇത് ഇത്ര മതി. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് തീ ഓഫാക്കി ഇടാം. അത് കഴിഞ്ഞ് ഇത് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് നെല്ലിക്ക റെഡി. ഉപ്പ്